നമ്മിൽ നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ താരത്തെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ അഭിമാനമുണ്ട്. കാരണം ഈ താരം എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്, തന്നെയല്ല നമ്മുടെ നാട്ടുകാരിയാണ്. നാട്ടുകാരി എന്ന് പറഞ്ഞാൽ പാടൂകാരിയാണ്, ഞങ്ങളുടെ പാടൂക്കാരി. പാടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കനവിൽ കനാലിൻ്റെ സമീപത്ത് കിടക്കുന്ന ഒരു സുന്ദരമായ ഒരു ഗ്രാമമാണ്. അവിടേക്കാണ് ഈ ഒരു റെക്കോർഡ് കൊണ്ടുവന്നത്. വേറെ ഒന്നിലല്ല, ഫുട്ബോൾ ജഗ്ലിങ്ങിൽ. ആളിവിടെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് അമ്നയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അംന ഷൗക്കത്ത്, ഹുസ്ന ഷൗക്കത്ത് ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തെയാൾ. ഖത്തറിലെ MES സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും ഫറൂഖ് കോളേജിൽ നിന്ന് ബിരുദവും നേടിയ അംന തൻ്റെ കഠിന പ്രയത്നവും പാഷനും കൊണ്ട് വ്യത്യസ്തമായ റെക്കോർഡുകൾ രചിച്ചവൾ. തൻ്റെ വലതു കാൽ കൊണ്ട് 1 മിനിറ്റിൽ 245 തവണ ഫുട്ബോൾ ജഗിൾ ചെയ്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ സ്വന്തമാക്കി. റെക്കോർഡുകൾ കൈപ്പിടിയിലൊതുക്കുമ്പോഴും തൻ്റെ വ്യക്തിത്വത്തെ നിലനിർത്താൻ അംന ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ച പെൺകുട്ടി എന്നും രചിക്കപ്പെട്ടു. അമ്ന, ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നല്ല എൻ്റെ സുഖം, അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ റെക്കോർഡ് കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു ലൈഫ്, മീൻസ് ആ ഒരു മൂവിങ് എങ്ങനെയുണ്ട് ഇപ്പോൾ? അത്ര വലിയ വ്യത്യാസമില്ല. ലൈക്ക് ഇത് തുടങ്ങണ സമയത്ത് തന്നെ എനിക്കിതൊക്കെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പ്രോഗ്രസ് ആയി പോയ ഒരു രീതിക്കാണ് തോന്നുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നമ്മളല്ലേ, നമുക്ക് ഭയങ്കര അത്ഭുതവും ഇതൊക്കെ വരും. അപ്പോൾ ഇത് പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു പ്രോഗ്രസ് മാതിരിയായിരുന്നു. വൺസ് അച്ചീവ് ചെയ്തപ്പോൾ കുറച്ച് അൺബിലീവബിൾ ആയി തോന്നി ആദ്യം. കാരണം ഞാൻ തുടങ്ങണ സമയത്ത് എനിക്ക് ഫുട്ബോളിനായിട്ടൊരു ബന്ധമില്ല. ഞാൻ 12th കഴിഞ്ഞിട്ടാണ് ഫുട്ബോളും തട്ടി തുടങ്ങണതും. അപ്പോൾ എനിക്കൊന്നും അറിയാത്തൊരു ഫീൽഡിൽ ആദ്യം തുടങ്ങിയപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ചീവ് ചെയ്യാൻ പറ്റും തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു ഇമ്പോസിബിൾ കാര്യം അച്ചീവ് ചെയ്തൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. 2022 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ബോള് തട്ടി തുടങ്ങുന്നത് അല്ല, 2022 ആയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് സീരിയസ് ആവാൻ തുടങ്ങിയത്. ഫുള്ളി എന്നാലും അതിന് ടൈം ഇടാൻ പറ്റിയിട്ടില്ല. എന്നാലും ഒരു 2021 മുതൽ ഞാൻ ജഗ്ലിങ്ങും ചെറുതായി ട്രിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2022 ആയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫേം ആയി തുടങ്ങി. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ്, മീൻസ് ഈ ടൈം ലൈൻ എന്ന് പറയുന്നത് 2022 സീരിയസ് ആയിട്ട് എടുത്ത് 2021 നമ്മൾ വെറുതെ ഒരു ഹോബി പോലെ തുടങ്ങി. അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് 2022 പിന്നെ 2022, 23, 24 2024 ഈ ഒരു റെക്കോർഡ് അത് അച്ചീവ് ചെയ്യണം, ആ ഒരു ഗോളിലേക്ക് എത്തണം. ഈ ഒരു ചെറിയ ടൈം ലൈനിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് അച്ചീവ് ചെയ്യേണ്ട ആ ഒരു വേ, അതൊന്ന് നമുക്ക് പറഞ്ഞു. എൻ്റെ ഒരു ബിലീഫ് വെച്ചിട്ട് ടാലൻറ്റിനെക്കാട്ടിയും കൂടുതൽ ഹാർഡ് വർക്കാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക് വെച്ചിട്ട് ഇത് സത്യം പറഞ്ഞ ഒരു ഭയങ്കര സുപ്രഭാതത്തിൽ വെച്ച ഐഡിയ ആയിരുന്നു. ഇത് സംഭവം നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് 2024 തന്നെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ തോന്നിയത് ഖത്തറിലേക്ക് വന്ന് എനിക്ക് കുറച്ച് കോളേജൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഫറൂഖ് കോളേജിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിന്. ഹ്യൂജ് സപ്പോർട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ സ്പോർട്സിലത്തെ ആൾക്കാർ ഗേൾസിന് ഒരു ഫുട്ബോൾ ടീം ഇല്ലെങ്കിലും എനിക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാരണം എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു നല്ല പോലെ. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ്ങും ഇതൊക്കെ ആക്കിയിട്ട് എനിക്ക് തിരിച്ചാ ഒരു മോട്ടിവേഷൻ കിട്ടാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ടിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ട്രൈ ചെയ്താലോ എന്നുള്ള രീതിക്ക് നവംബറിലാണിത് അച്ചീവ് ചെയ്തത്. ഞാൻ ഒരു ഒക്ടോബറിൽ അതിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഓഫീസ് ഉണ്ടായിരുന്നു. ഓഫീസ് ടൈമിങ്സ് ഇതൊക്കെ വെച്ച് രാവിലെ എണീക്കും, ഒന്ന് ട്രൈ ചെയ്യും. അങ്ങനെ 1 മാസം കൊണ്ട് അൽഹംദുലില്ലാ ബ്രേക്ക് ചെയ്യാൻ പറ്റി. ഹാർഡ് വർക്ക്, കോൺസെൻട്രേഷൻ, കൺസിസ്റ്റൻസി അല്ലേ, ആംബിഷൻ.
ambition. പാഷൻ. ഇത് എല്ലാം കൂടെ ഒത്തു വന്നാല് ആർക്ക് എത്തിപ്പെടാൻ പറ്റും? ആർക്കായാലും പറ്റും. നമുക്ക് ബൈ ഈ നമ്മുടെ ഇത് റെക്കോർഡ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്. വാവ്, ഇത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇതിന് തന്നെ ഇവരുടെ മെഡലുണ്ട്, ദെൻ ബാഡ്ജ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇനി ഇത് കഴിഞ്ഞാൽ വേറൊരു റെക്കോർഡ് കൂടെ ഉണ്ട്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അതും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. യെസ്, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് വായിക്കാം. അംന, born on January 16, 2004 of Kerala, India, now living in Doha, Qatar, set a record for performing the maximum number of single leg football juggling in 1 minute. She performed 245 football jugglings with her right leg in 1 minute while wearing hijab, as confirmed on November 22, 2024. By the grace of God, 2 precious ആയിട്ടുള്ള റെക്കോർഡ്സാണ് അമ്നനെ തേടി ഇവിടെ എത്തിയത്. ഇതിൽ ഇത് വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈൽ വെയറിങ് ഹിജാബ്, അത് ഭയങ്കരമായിട്ടൊരു ഹാർട്ട് ടച്ച് ചെയ്തൊരു വേർഡ്സാണ്. എന്താണ് അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ചെയ്യാനും, അത് അങ്ങനെ തന്നെ ആയിട്ട് അവർ ഹിജാബ് ധരിക്കാതെ വേറെ റെക്കോർഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഇത്? അല്ല, അവര് ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കാണിക്കാനുള്ളതെന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ഫില്ല് ചെയ്യാനുള്ള. അപ്പം ഞാനതിൽ ജസ്റ്റ് കൊടുത്ത് നോട്ട്, ലൈക്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേർക്കാന്നുള്ളൊരു രീതിക്ക് അവരൊരു സെക്ഷൻ ഉണ്ട്. അപ്പം അതിൽ ഞാൻ കൊടുത്തത് എനിക്ക് ഇനിയും എംപവർ ചെയ്യണം വിമനെയും ഗേൾസിനെയും, അവർക്കും ചെയ്യാൻ പറ്റും. അവർ ജസ്റ്റ് ഒന്ന് മൈൻഡ് വെച്ചാൽ മതി. എല്ലാവർക്കും ഉള്ളിൽ ആ ഒരു ഇതുണ്ട്, കഴിവുണ്ട്. ഒരു ഹിജാബ് കൊണ്ട് ആരും അവിടെ ഒതുങ്ങി പോകരുത്. ആ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ പറയുന്നുണ്ടല്ലോ, ഹിജാബില് ഗേൾസിനെ അല്ലെങ്കിൽ വുമൻസിനെ തളച്ചിടുന്നു എന്ന് പറയുന്നത്. ഞാൻ മുഖം മറക്കണത് റിയൽ ലൈഫിൽ ഞാൻ നിക്കാബ് അങ്ങനെ ഡെയിലി ഇടുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാരണം എനിക്ക് ആദ്യം അറ്റ് ദ ബിഗിനിങ് എൻ്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു രീതിക്കായിരുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും എന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിക്ക്. അപ്പം എൻ്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം മുഖം മറച്ചിരുന്നത്. പിന്നെ അതിൻ്റെ മേലെ ആൾക്കാർക്കൊരു ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയും ആ ഒരു ഹിജാബ് എംപവർമെൻറ്റ് കൊണ്ടുവരണമെന്ന് എൻ്റെ മൈൻഡിൽ വന്നത്. കാരണം ഞാൻ മുഖം മറച്ചുകൊണ്ട് വേറൊരാൾക്ക് എന്തിനാണ് ഒരു പ്രോബ്ലം വരുന്നത് അവിടെ? അവർക്ക് അത് ക്ലിയർലി മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അത് എൻ്റെ റൈറ്റാണ്. ആൾക്കാർക്ക് എങ്ങനെ ഡ്രസ്സ് ചെയ്യണോ, ഇപ്പോൾ ഒരാൾക്ക് മുഖം മറക്കണ്ടെങ്കിൽ അവർക്ക് മറക്കണവർ മറച്ചോട്ടെ. അവര് ആ ഒരു നമ്മളെ ചോയ്സിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരാൻ പാടില്ല. തന്നെയല്ല, ഹിജാബ് ധരിച്ചുകൊണ്ട് നമ്മുടെ ഗോളിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കുന്നില്ല. ഇല്ല. പിന്നെ ഇതിന്റെ ഇപ്പോ ഫാമിലി സപ്പോർട്ട് മസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കുന്ന. എങ്ങനെയായിരുന്നു നമ്മുടെ ഫാമിലി എന്നുള്ള ഇങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്യാനുള്ള ഒരു എയിം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മള് ഫാമിലിയിൽ അവതരിപ്പിച്ചപ്പോ ഉപ്പാട് ഭാഗത്തുനിന്നായാലും ഉമ്മാട് ഭാഗത്തുനിന്നായാലും അനിയന്മാരെ ജ്യേഷ്ഠന്മാരുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് എന്തായിരുന്നു? എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇക്കയായിരിക്കും. ഇക്ക ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിച്ച് നടന്നിരുന്നതാണ്. അപ്പൊ ഇക്കാന് ഒരു ഏജ് കഴിഞ്ഞപ്പോ MBBS കൊണ്ടുപോയി ചേർത്തി. പക്ഷെ മൂപ്പര് അവിടെ നിർത്തിയില്ല, ഫുട്ബോൾ കളി അവിടെ നിർത്തിയില്ല. അപ്പോ എന്നെ ചെറുപ്പം മുതലേ എന്നോട് സ്പോർട്സിൽ കയറാൻ പറയലുണ്ട്. പക്ഷെ ഒരു 12th വരെ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇക്കാക്ക് മനസ്സിലായി എന്നെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷനേ നടക്കുള്ളൂ എന്ന്. അപ്പോൾ ചേരടി എന്ന് പറയണതിന് പകരം ഇത് നിന്നെ കൊണ്ട് പറ്റില്ല,
എന്നെക്കൊണ്ട് ഇതിന് എന്തായാലും പറ്റൂല എന്ന് പറഞ്ഞൊരു രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഹരം കയറി. അവനെ റോങ് ആയി തെളിയിക്കണം, അവൻ തെറ്റാന്ന് കാണിക്കണം എന്നുള്ളൊരു മൈൻഡായി പിന്നെ. പക്ഷെ ആ ഒരു മൈൻഡ് ആണെങ്കിലും ഓരോ സ്റ്റെപ്പിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള അവൻ തന്നെയാണ്. ഒരു മിസ്റ്റേക്ക് പറഞ്ഞുതരാനും. ഉപ്പാണെങ്കിൽ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആണ്, കൺസർവേറ്റീവ് ആണ്. അപ്പോൾ എന്നെ ഒരു സ്ഥലത്തേക്ക് ഒറ്റക്ക് വിടാൻ പേടിയാണ്. പ്രത്യേകിച്ച് ഞാൻ ഗൾഫിൽ വളർന്നതായ കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ അറിയില്ല, അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവൻ എത്ര തിരക്കിലാണെങ്കിലും, ക്ലാസ് ഉണ്ടെങ്കിലും, ഹൗസ് ഏജൻസിയുടെ ടൈം ആണെങ്കിലും, പേഷ്യൻസ് ഉണ്ടെങ്കിലും, എനിക്ക് അങ്ങനെ ഫുട്ബോൾ ബേസ്ഡ് ആയിട്ടൊരു ഇവന്റോ എന്തെങ്കിലും പ്രോഗ്രാമോ ഉണ്ടെങ്കിൽ അവൻ അതൊക്കെ മാറ്റി വെച്ച് എനിക്ക് വേണ്ടി വരും. ഉപ്പാക്കൊരു പേടിയുള്ളത് മാറാൻ വേണ്ടിയിട്ട്, ഞാൻ ഒറ്റക്ക് പോണതിൻ്റെ ഒരു പേടി ഇല്ലാണ്ടിരിക്കാനും എന്നെ വിടാൻ വേണ്ടിയിട്ടും അവൻ എന്തൊക്കെ ആണെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് എൻ്റെ ഒപ്പം വരും. അപ്പോൾ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുക ഇക്ക തന്നെയായിരിക്കും. പിന്നെ ഉമ്മാനെ പറ്റി പറയുകയാണെങ്കിൽ ഉമ്മ, ഐ വുഡ് സേ ഇങ്ങനെ ഒരു ഉമ്മ ഉണ്ടാവില്ല എന്ന് വേറെ. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള ഉമ്മമാര് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും, അത് നമ്മളെ കൊണ്ട് പറ്റൂല, ഇതാക്കാൻ പറ്റൂല. ചുമ്മാ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ കൊണ്ട് പറ്റൂ. ഞങ്ങൾ എത്ര ക്രേസി ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും, എന്ന് വെച്ചപ്പോ എനിക്ക് യൂസുഫ് അലി ആവണമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ മെസ്സി ആവണമെന്ന് പറഞ്ഞാലും ഉമ്മ ഒരിക്കലും അത് പറ്റൂല എന്ന് പറയൂല. ഉമ്മ എപ്പോഴും നീ ശ്രമിച്ചാൽ നിന്നെ കൊണ്ട് പറ്റും, അത്രേ ഉള്ളൂ. അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നമുക്ക്. നമ്മളെ ലൈഫിൽ ആ ഒരു ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾ ഉമ്മയാണ്. അപ്പൊ ഉമ്മാന്റെ അങ്ങനെ കേൾക്കുമ്പോ അത് എപ്പോഴും ഒരു നമുക്ക് ഉള്ളിലൊരു തീ ഉണ്ടാക്കണ മാതിരിയാണത്. പിന്നെ ബാക്കി സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ് ഇപ്പോ ഇൻസ്പിറേഷൻ, ഇതിലിപ്പോ മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത്, മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇക്ക തന്നെ ആയിരിക്കും. കാരണം ഇക്കാണ് ആദ്യം ആ ഒരു വെല്ലുവിളിയിൽ തുടങ്ങിയ സംഭവമായിരുന്നു അത്. ആ ഒരു വെല്ലുവിളിയിൽ തുടങ്ങി പിന്നെ ഓരോ സ്റ്റെപ്പ് ഇതാവുമ്പോ അവന്റെ ഹരവും അവന്റെ ആ ഒരു ഇതും കാണുമ്പോൾ എനിക്കും തോന്നും കുറച്ചും കൂടെ ചെയ്താലോ അങ്ങനെ ഒരു രീതിക്ക്. പിന്നെ ഉപ്പാനെ പറ്റി പിന്നെ പറയണ്ട, ഉപ്പാക്ക് ഇപ്പൊ എത്ര 56 വയസ്സായി, എന്നാലും ഉപ്പ എപ്പോഴും കളിച്ചോണ്ട് തന്നെ നടക്കാണ്. രക്ഷയല്ല, സ്റ്റാർ പ്ലെയർ ആണ്. ഞങ്ങളുടെ നാട്ടിലൊരു സ്റ്റാർ ക്രിക്കറ്റ് പ്ലെയർ ആണ് ഷൗക്കത്ത് ഖാൻ. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേഷനും നമുക്കൊരു അസൂയയും കൂടെ ഉള്ള മനുഷ്യനാണ്. ഇപ്പോഴും ഇന്നലെ വിളിച്ചപ്പോ അതേപോലെ ഞാൻ പോകട്ടാ കളിക്കാൻ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഉള്ളത് പറഞ്ഞത്. അതെ. പിന്നെ അനിയനാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജേർണി കണ്ടിട്ടുണ്ടാവുക, അങ്ങനെ പറയാ. ബാക്കിയുള്ളവരിപ്പോ ഇക്കാണെങ്കിൽ നാട്ടിലായിരുന്നു, എൻ്റെ ഒപ്പം അധികമില്ല. അനിയൻ എൻ്റെ ഒപ്പമുള്ള ഒരാളായിരുന്നു. അവനായിരിക്കും ഞാൻ എത്ര ഒരു ലോ ലെവലിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ആയതാന്ന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അവനായിരിക്കും. അവൻ്റെ ഒപ്പം ഇരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നടക്കലും ഇതാക്കലും. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട്, അനിയൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ ഒരു മിനിറ്റിലല്ല, ഒരു ദിവസം 5 ജഗൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അന്ന് ഭയങ്കര അച്ചീവ്മെന്റ് ആയി ഞങ്ങൾ രണ്ടുപേരും ആഘോഷിക്കുന്നത്. അവന്റെ ഒപ്പാണ് ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് അവന്റെ ഒപ്പം ഇരുന്ന് കടന്നുപോയത്. സംഭവം ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു ഫീൽ ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാവലില്ല. അവനെപ്പോഴും ഒരു ഫ്രണ്ടുമായിട്ട് തന്നെ നടന്നിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അബ്ദുള്ളനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അബ്ദുള്ള ഇത് കലയോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. പാട്ട് പാടും, അതുപോലെ ഖുറാൻ അന്താക്ഷരി ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് പ്രൈസും അതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഖിറാത്തില് അവനോട് അവന്റെ ആഗ്രഹം എന്താണ്, വലുതായി കഴിഞ്ഞാൽ എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര യുണീക്ക് റെസ്പോൺസ് ആണ്. അവൻ വേണമെങ്കിൽ വന്നിട്ട് അവൻ തന്നെ പറഞ്ഞോളൂ. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതില് ഓരോ ദിവസം നമുക്ക് പറ്റണ മാതിരി ബെസ്റ്റായി യൂട്ടിലൈസ് ചെയ്യാം. കാരണം എനിക്കൊരു വിവരം ഉണ്ടായിരുന്നില്ല ചെയ്യണ്ടായിരുന്നത്. സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് പറയണത് അമ്മ റെക്കോർഡ് പൊട്ടിച്ചെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കണം എന്നെ കളിയാക്കണോന്ന്. അപ്പൊ എനിക്ക് ഒരു ഇമാമാണെന്നാണ് ആഗ്രഹം. ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്.